നമസ്കാരം. കുവൈറ്റ് ജനത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അകലെയാണെങ്കിലും നമ്മൾ ഒന്നാണെന്ന് വിളിച്ചോതുന്ന ഒത്തുചേരൽ. ഇതാ കുവൈറ്റിലെ പ്രവാസ ലോകത്തു നിന്നും നാടിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു ഓണാഘോഷം. മലയാള തനിമയുടെ എല്ലാ ഭംഗിയോടും കൂടിയാണ് കോട്ടയം അസോസിയേഷൻ ഈ ഓണപ്പൊലിമ തീർത്തത്. പ്രമുഖരെ അണിനിരത്തിയ പൊതുയോഗവും പ്രശസ്ത കലാകാരന്മാർ പങ്കെടുത്ത കലാസന്ധ്യയും ഈ പ്രവാസ ലോകത്തിന് സമ്മാനിച്ചത് ഒരു അവിസ്മരണീയ നിമിഷങ്ങളാണ്. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി VP ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ പ്രവാസ ലോകത്ത് നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും ഓണത്തിൻ്റെ ഓർമ്മകളും ഉണർത്തി കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് കോട്ട് പാർക്ക് ഒരുക്കിയ ഓണാഘോഷം പൊന്നോണ പുലരി വിപുലമായി സംഘടിപ്പിച്ചു. മംഗഫിലാണ് കോട്ട് പാർക്കിന്റെ വർണ്ണാഭമായ ഓണാഘോഷം അരങ്ങേറിയത്. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി VP ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നിജിൻ ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി ജിത്തു തോമസ് സ്വാഗതം ആശംസിച്ചു. ട്രഷറർ സുബിൻ ജോർജ്, രക്ഷാധികാരി അനൂപ് സോമൻ, വനിതാ ചെയർപേഴ്സൺ സോണൽ ബിനു, BEC CEO മാത്യു വർഗീസ്, മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് CEO ഷറഫുദ്ദീൻ കണ്ണോർ, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ അയൂബ് കച്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അവർക്കും മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഓണാശംസകൾ നേരുകയാണ്. ഈ സന്തോഷം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് നേരിൻ്റെയും നെറിയുടെയും ഇതൊരു വിഷയം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പിന്നെയും പഠിച്ചു നോക്കുന്നതിന് മനസ്സിലായത് കേരള മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗം അസീസ് കുമാർ നെല്ലൂർ യോഗത്തിൽ ആശംസകൾ നേർന്നു. തുടർന്ന് പ്രസിഡന്റ് അദ്ദേഹത്തിന് പൊന്നാടയണിയിച്ച് ആദരവ് നൽകി. പ്രോഗ്രാം കൺവീനർ സുമേഷ് TS പരിപാടികൾക്ക് നന്ദി രേഖപ്പെടുത്തി. പൊന്നോണ പുലരിയെ അവിസ്മരണീയമാക്കിയത് പ്രശസ്ത കലാകാരന്മാർ അണിനിരുന്ന കലാവിരുന്നാണ്. പിന്നണി ഗായികയും സംഗീത സംവിധായികയുമായ ഇന്ദുലേഖ വാര്യരുടെ സംഗീത വിരുന്ന്, പ്രശസ്ത സിനി ആർട്ടിസ്റ്റും കോമഡിയനുമായ ബിനു അടിമാലിയുടെ മിമിക്രിയും ഗാനങ്ങളും സദസ്സിൽ ചിരിപടർത്തി. കുവൈറ്റിലെ പ്രമുഖ ഗായകരുടെ ഗാനങ്ങളും വേദിയിൽ മാറ്റുകൂട്ടി. കുവൈറ്റിലെ വിവിധ ഡാൻസ് സ്കൂളുകളിലെ കുട്ടികളും വനിതാവേദിയുടെ തിരുവാതിരയും ഓണം തീം ഡാൻസും ഉൾപ്പെടെയുള്ള നൃത്തങ്ങളും അരങ്ങേറി.
അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, വൈസ് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ കോർഡിനേറ്റർമാർ എന്നിവരടങ്ങിയ വിപുലമായ കമ്മിറ്റിയാണ് ഓണാഘോഷത്തിന് നേതൃത്വം നൽകിയത്. അമ്മാമയെ കിടിലം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ്. കുവൈറ്റ് പ്രവാസ ലോകത്ത് കോട്ടയം ജില്ലാ അസോസിയേഷൻ ഒരുക്കിയ പൊന്നോണ പുലരി ഓണത്തിന്റെ ഐശ്വര്യവും സ്നേഹവും വിളിച്ചോതുന്ന ഒരു സന്ദേശമായി മാറി. മലേഷ്യയിലെ ലങ്കാവിൽ നടക്കുന്ന ഏഷ്യൻ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ ഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികളും കളത്തിലിറങ്ങുന്നു. കുവൈറ്റ് NRI ടഗ് ഓഫ് വാർ ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് ഈ മാസം 24 മുതൽ 26 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലാണ് ഭവൻസ് പിടിമുറുക്കുന്നത്. മലേഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഒരു തുടക്കം മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വടംവലിയിൽ ഏഷ്യൻ ശക്തിയായി മാറാനുള്ള വലിയ ലക്ഷ്യത്തിലേക്കാണ് ഭവൻ സ്കൂൾ കുവൈറ്റ് ഇപ്പോൾ ചുവടുറപ്പിക്കുന്നത്. അണ്ടർ 23 വിഭാഗത്തിലാണ് ഭവൻസിലെ കായിക താരങ്ങൾ കുവൈറ്റിനായി മത്സരിക്കുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ സ്കൂളിൽ നിന്നുള്ള ടീം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കായികക്ഷമതയിലും വടംവലിയിലെ സാങ്കേതിക മികവിലും ശ്രദ്ധേയരായ കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകിയാണ് സ്കൂൾ ഈ ചരിത്ര ദൗത്യത്തിനായി അവരെ ഒരുക്കിയിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിനായുള്ള സെഷൻ ട്രയൽസ് കഴിഞ്ഞ ദിവസം സ്കൂൾ മൈതാനത്ത് വെച്ച് നടന്നു. കുവൈറ്റ് NRI ടഗ് ഓഫ് വാർ ഫെഡറേഷൻ പ്രസിഡന്റ് ബാബുജി ബത്തേരി, ജനറൽ സെക്രട്ടറി DK ദിലീപ്, സെഷൻ കമ്മിറ്റി ചെയർമാൻ ഹർബീന്ദർ സിംഗ് എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏകോപിപ്പിച്ചു. ശാരീരികക്ഷമതയും കായിക ബലവുമുള്ള കുട്ടികളെ കണ്ടെത്തി അവരിലെ പ്രതിഭയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം വലിയ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ സ്കൂൾ എപ്പോഴും സന്നദ്ധമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ, കായിക വിഭാഗം മേധാവി മുരുകയ്യൻ എന്നിവർ അറിയിച്ചു. ഈ വർഷം അവസാനം മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ മത്സരങ്ങൾക്കായി ടീമുകളെ ഉടൻ തയ്യാറാക്കുവാനുള്ള നടപടികൾ ആരംഭിക്കാൻ സ്കൂൾ ചെയർമാൻ NK രാമചന്ദ്ര മേനോൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. 13, 15, 17, 19 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിലായിരിക്കും ഭവൻസിലെ യുവതാരങ്ങൾ ദേശീയവേദിയിൽ മാറ്റുരയ്ക്കുക. അന്താരാഷ്ട്ര തലത്തിലുള്ള അവസരങ്ങൾക്കൊപ്പം ദേശീയ മത്സരങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് ഭവൻസിലെ വിദ്യാർത്ഥികൾ കായിക രംഗത്ത് പുതിയ ചരിത്രം രചിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. 4 പതിറ്റാണ്ടുകാലത്തെ സ്നേഹസേവനത്തിന് വിട നൽകി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സ്റ്റാഫ് നഴ്സ് മോളി തോമസിന് യാത്രയയപ്പ് നൽകി. ഫർവാനിയ ആശുപത്രി ലേബർ റൂമിലെ സഹപ്രവർത്തകരാണ് യാത്രയയപ്പ് നൽകിയത്. 40 വർഷത്തെ സമർപ്പിത സേവനമാണ് മോളി തോമസ് പൂർത്തിയാക്കിയത്. കൂടാതെ 25 വർഷം പൂർത്തിയാക്കിയ ഇന്തോനേഷ്യൻ സിസ്റ്റർ ഫ്രിഡ ലെനയെയും ചടങ്ങിൽ ആദരിച്ചു. യാത്രയപ്പ് സമ്മേളനത്തിൽ ഷാരി പ്രദീപ് സ്വാഗതം പറഞ്ഞു. ലേബർ റൂം ഇൻചാർജ് ക്ലോഡഡ് ബൈലോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സഹപ്രവർത്തകരായ മേരിക്കുട്ടി മാത്യു, സന്ധ്യ സജി, ജോളി ഉമ്മൻ, റോഷ്നി ആൻ, റെനി, മറിയം കോശി, മൽക്ക പ്രവീൺ എന്നിവർ മോളി മാമയ്ക്കും ഫ്രിഡാലനയ്ക്കും യാത്രാമംഗളങ്ങൾ നേർന്നു. നാടിന്റെ ഹൃദയത്തുടുപ്പും പാലക്കാടൻ തനിമയുമായി പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് പൽപ്പക് ഒരുക്കിയ ഓണാഘോഷം പാലക്കാടൻ മേള വിപുലമായി കൊണ്ടാടി. ചടങ്ങിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രാജ്യത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരിൽ ഒരാളുമായ ഡോക്ടർ രാജു നാരായണസ്വാമിയായിരുന്നു. മലയാള മണ്ണിന്റെ തനത് വാദ്യമായ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് പൽപ്പക്കിന്റെ പാലക്കാടൻ മേള ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അബ്ബാസിയിലായിരുന്നു ഓണത്തിന്റെ പാലക്കാടിന്റെ വർണ്ണക്കാഴ്ചകൾ അരങ്ങേറിയത്. തലേ ദിവസം നടന്ന പൂക്കള മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പൽപ്പക് പ്രസിഡന്റ് രാജേഷ് പരിയാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം കേരള സംസ്ഥാനത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥരുമായ ഡോക്ടർ രാജു നാരായണസ്വാമി ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. അനീതിക്കെതിരെ ഉള്ളൊരു പടയോട്ടം. ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ രാജു നാരായണസ്വാമി തന്റെ പഠന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. വിജയത്തിന് കുറുക്കുവഴികളില്ല, കഠിനാധ്വാനം മാത്രമാണ് ഏകമാർഗമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര തുടങ്ങിയ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനമാണ് ഉന്നത വിജയത്തിലേക്കുള്ള ഏക മാർഗമെന്നും റാങ്കുകളുടെ ശില്പി ഓർമ്മിപ്പിച്ചു.
ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ സ്വാഗതവും ട്രഷറർ മനോജ് പരിയാനി നന്ദിയും പറഞ്ഞു. രക്ഷാധികാരി PN കുമാർ, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഡയറക്ടർ ഫൈസൽ ഹംസ, ആൾമുള്ള എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പാലക്കാടൻ മേളയുടെ മുഖ്യ ആകർഷണം വിഭവസമൃദ്ധമായ ഓണസദ്യയായിരുന്നു. പ്രശസ്ത പാചക വിദഗ്ധനായ യദു പഴയിടത്തിന്റെ നേതൃത്വത്തിൽ 1400ഓളം പേർക്കാണ് സദ്യ ഒരുക്കിയിരുന്നത്. പൽപ്പക് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പ്രശസ്ത കലാകാരന്മാർ പ്രശോഭ നയിച്ച ശ്രീരാഗം ബാൻഡിന്റെ സംഗീത വിരുന്നും ഓണാഘോഷത്തിന് ആവേശം പകർന്നു. പ്രവാസ ലോകത്തെ മലയാളിക്ക് നാടിന്റെ തനിമയും കൂട്ടായ്മയുടെ ശക്തിയും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പൽപ്പകിന്റെ പാലക്കാടൻ മേള സമാപിച്ചത്. അടൂർ NRI ഫോറത്തിന്റെ 20ാം വാർഷികത്തിന്റെ നിറവിലായിരുന്നു ഈ വർഷത്തെ അടൂരോണം. സാംസ്കാരിക ആഘോഷങ്ങൾക്കപ്പുറം സ്വപ്നക്കുടന്ന ഭവന പദ്ധതിക്ക് തുടക്കമിട്ടതിലൂടെ ഈ കൂട്ടായ്മ സാമൂഹിക പ്രതിബദ്ധതയുടെ മഹത്തായ മാതൃക കൂടിയാണ് പ്രവാസ ലോകത്തിന് നൽകിയത്. നാടിന്റെ സ്നേഹവും സംസ്കാരവും വിദേശ മണ്ണിൽ വിളിച്ചോതി അടൂർ NRI ഫോറം കുവൈറ്റ് ചാപ്റ്റർ തങ്ങളുടെ 20ാം വാർഷികാഘോഷവും ഓണാഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു. പതാക ഉയർത്തലോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പ്രസിഡന്റ് KC ബിജു അധ്യക്ഷത വഹിച്ച പൊതുയോഗം അൽമുള്ള എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭാംഗം ബാബു ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ S നായർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ജനറൽ കൺവീനർ ബിജോ P ബാബു സ്വാഗതവും ജനറൽ സെക്രട്ടറി റോയി പാപ്പച്ചൻ നന്ദിയും രേഖപ്പെടുത്തി. അടൂരോണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനിയർ ലോക കേരള സഭാംഗം ബാബു ഫ്രാൻസിസ്, സുവനിയർ കൺവീനർ ശ്രീകുമാർ S നായർക്ക് നൽകി പ്രകാശനം ചെയ്തു. സംഘടനയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന സ്വപ്നകൂട് ഭവന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുതിർന്ന അംഗം മാത്യൂസ് ഉമ്മൻ നിർവഹിച്ചു. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് പുറമെ അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ അത്തപ്പൂക്കളം, തിരുവാതിര, ചെണ്ടമേളം, നാടൻപാട്ട്, കളരിപ്പയറ്റ്, കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി. പ്രശസ്ത ഗായകരായ റിയാസ്, അപർണ എന്നിവരും ഡിലൈറ്റ് മ്യൂസിക് ബാൻഡും അണിനിരുന്ന സംഗീത വിരുന്ന് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് നാടിന്റെ ഓണസ്മൃതികൾക്ക് നിറം പകർന്നുകൊണ്ട് കിഴക്കിന്റെ വെനീസ് പൊന്നോണം സംഘടിപ്പിച്ചു. അത്തപ്പൂക്കളത്തിന്റെയും മാവേലിയുടെയും ആരവങ്ങൾക്കൊപ്പം വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. കുവൈറ്റിലെ പ്രവാസി മലയാളി കൂട്ടായ്മയിൽ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച പൊന്നോണം വർണ്ണാഭമായി. ആലപ്പുഴയുടെ തനിമയും പ്രവാസത്തിന്റെ കൂട്ടായ്മയും ഒത്തുചേർന്ന പരിപാടിയിൽ ഒട്ടേറെ പേരാണ് എത്തിച്ചേർന്നത്. വർണ്ണാഭമായ അത്തപ്പൂക്കളം, തലപ്പൊക്കമുള്ള മാവേലി എഴുന്നള്ളത്ത്, തിരുവാതിര എന്നിവ ചടങ്ങിന് പൊലിമയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനമുട്ടിൽ അധ്യക്ഷനായി. അലൻസാരി എക്സ്ചേഞ്ച് ഓപ്പറേഷൻ മേധാവി ശ്രീനാഥ് ശ്രീകുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മനോജ് പരിമണം നന്ദിയും രേഖപ്പെടുത്തി. പൂവിളികളും ഓണക്കളികളും ഓണസദ്യയുമായി എറണാകുളം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഓണാഘോഷത്തെ വരവേറ്റു. പ്രമുഖ അതിഥികളും സ്പോൺസർമാരും പങ്കെടുത്ത പൊതുസമ്മേളനവും കലാപരിപാടികളും സദ്യയും നിറഞ്ഞ ഓണക്കാഴ്ച കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും വേദിയായി. എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ EDA കുവൈറ്റിന്റെ ഓണാഘോഷം വർണ്ണാഭമായ ആഘോഷത്തിനാണ് വേദിയായത്. അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് പോളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി തങ്കച്ചൻ ജോസഫ് നിറഞ്ഞ സദസ്സിന് സ്വാഗതം ആശംസിച്ചു. മെഡെക്സ് മെഡിക്കൽ കെയർ ഗ്രൂപ്പ് CEO VP മുഹമ്മദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അൽമുള്ള എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി മുഖ്യാതിഥിയായിരുന്നു. ട്രഷറർ പ്രിൻസ് തച്ചിൽ, ജനറൽ കോർഡിനേറ്റർ പ്രവീൺ മാടശ്ശേരി, മഹിളാവേദി ചെയർപേഴ്സൺ തെരേസ ആന്റണി, ബാലവേദി പ്രസിഡന്റ് ബ്രിജിത് മരിയ, അഡ്വൈസറി ബോർഡ് ആക്ടിംഗ് ചെയർമാൻ ബിജു MY എന്നിവരും ആശംസകൾ അർപ്പിച്ചു. ഇവന്റ് കൺവീനർ ജോസഫ് റാഫേൽ ചടങ്ങിന് നന്ദി അറിയിച്ചു. വിപുലമായ കലാപരിപാടികളാൽ ഓണക്കാഴ്ച ശ്രദ്ധേയമായിരുന്നു. നസീബ് കലാഭവന്റെ വൺമാൻ ഷോ, DK ഡാൻസ്, പൊലികയുടെ നാടൻ പാട്ടുകൾ, EDA അവതരിപ്പിച്ച തിരുവാതിര, എലൻസ ഇവന്റ് ടീമിന്റെ ഗാനമേള എന്നിവ അരങ്ങിന് കൊഴുപ്പേകി. പ്രവാസികൾ നേരിടുന്ന യാത്രാ ദുരിതത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് BJP NRI സെൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. റദ്ദാക്കിയ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക, കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കാൾ സ്റ്റാറ്റസ് അനുവദിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രവാസ ലോകത്തെ മലയാളികൾ കാലങ്ങളായി നേരിടുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം തേടിയാണ് BJP NRI സെൽ ഭാരവാഹികൾ സംസ്ഥാന അധ്യക്ഷനെ സമീപിച്ചത്.
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലാണ് NRSL ഭാരവാഹികൾ പരാതി സമർപ്പിച്ചത്. നിലവിലെ പ്രധാന യാത്രാ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാതിയിൽ 2 സുപ്രധാന ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. റദ്ദാക്കിയ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ ഉടൻ പുനഃസ്ഥാപിക്കുക, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഉടൻ പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള വിമാനയാത്രാ നിരക്കിലുണ്ടായ വർധനയും ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ യാത്രാ ദുരിതവും പരാതിയിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട NRSL സംസ്ഥാന കൺവീനർ രമേശ് മാണിക്കോത്ത്, കോ കൺവീനർ ഹരി ബാലരാമപുരം എന്നിവർ ചേർന്നാണ് പരാതി കൈമാറിയത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകി പരിഹാരം കാണുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പു നൽകിയതായി NRSL ഭാരവാഹികൾ അറിയിച്ചു. പ്രവാസ ലോകത്ത് ഓണത്തിന്റെ സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിച്ച് പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണനിലാവ് എന്ന പേരിൽ നടന്ന പരിപാടി വിവിധ കലാ സാംസ്കാരിക ആഘോഷങ്ങളാൽ ശ്രദ്ധേയമായി. പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ കേരള കുവൈറ്റ് സംഘടിപ്പിച്ച ഓണനിലാവ് അവിസ്മരണീയമായ അനുഭവമായി. സംഘടനയുടെ പ്രസിഡന്റ് ബിജു വായ്പൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു സാംസ്കാരിക സമ്മേളനം. കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സമ്മേളനം ഡോക്ടർ സുസോവന സുജിത് നായർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചെയർമാൻ മനോജ് കോന്നി സംഘടനയുടെ വിവരണം നടത്തുകയും കുവൈറ്റ് ചാപ്റ്റർ കോർഡിനേറ്റർ ബിജു പാലോട് ഭാവി പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ സലീം കോമേരിയെ ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ജോഷി വർഗീസ് സ്വാഗതവും സംഘടനാ ട്രഷറർ മാത്യു പി ജോൺ നന്ദിയും രേഖപ്പെടുത്തി. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കലാവിരുന്നായിരുന്നു. മുബാറക് റാഷിദും കുമാരി റൂത്തും ചേർന്ന് ആലപിച്ച ഗാനങ്ങൾ സദസ്സിന് നവ്യാനുഭവമായി. സംഘടനയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററും ഫിറ കുവൈറ്റും സംയുക്തമായി സൗജന്യ ലീഗൽ ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മുതൽ അബ്ബാസിയ അൽ നഹിൽ ക്ലിനിക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുവൈറ്റി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. വിവരങ്ങൾക്ക് 41105354 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രകാശത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമായ ദീപാവലി കുവൈറ്റിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിലും വർണ്ണാഭമായി. ലുലു വാലി ദീപാവലി എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം ഉപഭോക്താക്കൾക്ക് ഒരു അവിസ്മരണീയമായ ഉത്സവാനുഭവമാണ് സമ്മാനിക്കുന്നത്. ലുലു അൾട്രായി ഔട്ട്ലെറ്റിൽ വെച്ച് ലുലു മാനേജ്മെന്റ് തിരിതെളിയിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സാംസ്കാരിക പരിപാടികളായിരുന്നു ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം. വിവിധ തരം കലാപ്രകടനങ്ങളും സമൂഹത്തിന്റെ സർഗാത്മകത വിളിച്ചോതിയ രംഗോലി മത്സരവും നടന്നു. മത്സരത്തിൽ വിജയികളായ ആദ്യ 3 സ്ഥാനക്കാർക്ക് വിലയേറിയ സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ദീപാവലി പ്രമാണിച്ച് കുവൈറ്റിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ദീപങ്ങൾ കൊണ്ടും പരമ്പരാഗത മോട്ടിഫുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ഒപ്പം ഉപഭോക്താക്കൾക്കായി പ്രത്യേക സെൽഫി കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി നാംകിൻ, മധുര പലഹാരങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, ദീപങ്ങൾ, ഹോം ഡെക്കർ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലുലു ആകർഷകമായ ഓഫറുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ദീപാവലി പലഹാരങ്ങൾക്കായി പ്രത്യേക സ്വീറ്റ് കൗണ്ടറുകളും ഓരോ ശാഖകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് ദീപാവലി സമ്മാനങ്ങൾ നൽകാൻ സൗകര്യപ്രദമായ ദീപാവലി ഷോപ്പിംഗ് ഗിഫ്റ്റ് കാർഡുകളും ലുലു ഇത്തവണ അവതരിപ്പിച്ചു. വർണ്ണാഭമായ അലങ്കാരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ആകർഷകമായ ഓഫറുകൾ എന്നിവയിലൂടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വീണ്ടും കുവൈറ്റിലെ പ്രിയപ്പെട്ട ഉത്സവ ഷോപ്പിംഗ് കേന്ദ്രമായി മാറുകയാണ്.
പ്രത്യാശയുണ്ടെങ്കിൽ രോഗശാന്തിയുണ്ട്, ഐക്യമുണ്ടെങ്കിൽ ശക്തിയുണ്ട്. ഈ വാക്കുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ലോക ക്യാൻസർ ബോധവൽക്കരണ ദിനം ആചരിച്ചു. ക്യാൻസർ പ്രതിരോധം, രോഗികളെ പിന്തുണയ്ക്കൽ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിജ്ഞാനപ്രദമായ ഈ ബോധവൽക്കരണ സെഷൻ സംഘടിപ്പിച്ചത്. 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പരിപാടിയിൽ അതിഥികളായി പങ്കെടുത്തത്. ക്യാൻസർ കൺട്രോൾ സെന്ററിലെ ബ്രസ്റ്റ് ക്യാൻസർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മേബു ജോസഫ് തോമസ്, ക്യാൻസർ അതിജീവനത്തിന്റെ കരുത്തുറ്റ പ്രതീകമായ ബിജു ചെറിയാൻ എന്നിവരായിരുന്നു അവർ. ആലിസ്ട്ര ഫാഷന്റെ സ്ട്രാറ്റജിക് ബിസിനസ് ഡയറക്ടറും ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, വാർട്ടൺ എന്നിവയുടെ സർട്ടിഫൈഡ് എക്സിക്യൂട്ടീവുമായ ബിജു ചെറിയാന്റെ അതിജീവന കഥ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി. In my case, like I said last year, when I was going through this 9-10 months of rigorous treatment, and I was away from Kuwait. I had to do that treatment back in India. My daughter supported me, my 2 daughters supported me, but my second daughter supported me by staying alone in Kuwait. ക്യാൻസർ പോരാളികൾക്ക് ആദരവും സഹാനുഭൂതിയും നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മാനസികവും ശാരീരികവുമായ കരുത്തു നേടാനുള്ള 6 പ്രധാന ജീവിത വിജയതന്ത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഓരോ ദിവസവും പുതുതായി തുടങ്ങുക, കൃത്യമായ ആരോഗ്യ പരിശോധന, പോഷകാഹാരം, അവബോധം വളർത്തുക, ബോഡി ഷെയ്മിംഗ് നിർത്തുക, ജീവിതം ആസ്വദിക്കുക എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. കൃത്യസമയത്തിനുള്ള രോഗനിർണയം ക്യാൻസർ അതിജീവനത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഡോക്ടർ മേബു തോമസ് വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. ഒരു ലക്ഷണവും അവഗണിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. Every one of you are, but your teachers are more important because they shape each and every one of you. Each and every one of you go into different paths because you are guided by your teachers. Not just your teachers, your family. പരിപാടിക്ക് നേതൃത്വം നൽകിയ വൈസ് പ്രിൻസിപ്പൽ ഭവിത ബ്രൈറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ അമീര ബന്ദാരി എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സ്കൂൾ കൗൺസിലർ അഞ്ജു ജേക്കബ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. തനിമ കുവൈറ്റ് നവംബർ 28-ന് അബ്ബാസിയ ഇന്റർഗ്രേറ്റഡ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഓണത്തനിമയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ബിനിൽസ് കറിയിൽ നിന്ന് ഷഫാസ് അഹമ്മദ് പോസ്റ്റർ ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. 19ാം ദേശീയ വടംവലി മത്സരം, ഘോഷയാത്ര, പേൾ ഓഫ് ദ സ്കൂൾ അവാർഡുകൾ എന്നിവയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങൾ. തനിമ കൺവീനർ ജോജി മോൻ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന അംഗങ്ങൾ ആശംസകൾ നേർന്നു. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.